ഇന്ന് മാത്സ് S1 മാത്സിന്റെ മൊഡ്യൂൾ 3 ആണ് നോക്കാൻ പോകുന്നത്, മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ. അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഡബിൾ ഇന്റഗ്രൽസ് വെച്ചിട്ട് അതിന്റെ അപ്പം എപ്പോഴും ലിമിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റ് ആണ്, ആ ലിമിറ്റിനെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ കൊടുക്കും, എങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെക്ടാംഗിൾസിന്റെ ലിമിറ്റ്സ് മാറ്റുന്നതും പിന്നെ ഈ സർക്കിൾസിനാണെങ്കിൽ പോളർ കോർഡിനേറ്റ്സ് അങ്ങനത്തെ ഒരു ടൈപ്പ് മൊഡ്യൂളാണിത്. അത് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ നമുക്ക് ഒരു ഇന്റഗ്രലിന്റെ ഇത് തന്നിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, അങ്ങനെ നമ്മൾക്കിപ്പോ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് മാത്രം, ആ രീതിയിലാണ് ചോദിക്കുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇന്റഗ്രൽ ഇതും കൂടി വന്നിട്ട് ഇവിടെ തന്നെ എക്സിന്റെ ഇന്റഗ്രേറ്റ് കാണും, വൈനെ അല്ലെങ്കിൽ ഇസഡിനോ എങ്ങനെയാന്ന് വെച്ചാൽ വേറൊരു ഇതും കൂടി കാണും. അതാണ് ഡബിൾ ഇന്റഗ്രേഷൻ. അപ്പം ഇതിന്റെ ടൈപ്സ് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നു അവിടെ ഇപ്പം എക്സും വൈ, അപ്പൊ ഡി എന്ന് പറയുമ്പോൾ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. അപ്പം ഇവിടെ ലിമിറ്റ്സിന് എന്തായാലും അവിടെ വാല്യൂ കാണും, അത് വെച്ചാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ക്ലോസ്ഡ് റീജിയൻ, ഇപ്പൊ ഈ സർക്കിൾ, സ്ക്വയർ, റെക്ടാംഗിൾ അങ്ങനത്തെ ഷേപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഈ ഡബിൾ ഇന്റഗ്രേഷൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇതിന്റെ ഓർഡർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഔട്ടർ ഇന്റഗ്രലിൽ എക്സിന്റെ ലിമിറ്റാ കൊടുത്തേക്കുന്നതെന്ന് വിചാരിച്ചു, എന്നിട്ട് ഏറ്റവും ആദ്യം വൈ വെച്ച് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷന് തൊട്ട് മുന്നേ, ഇപ്പൊ ഇവിടെ എക്സ് വൈ ആണെന്ന് വിചാരിച്ചു, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് തൊട്ട് മുന്നേ ഏത് ഇന്റഗ്രൽ, ഇപ്പൊ ഇത് വൈയുടെ ലിമിറ്റ് ആണെന്ന് വിചാരിച്ചു, അപ്പം ഏറ്റവും ആദ്യം വൈ വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ ഈ ഇന്റഗ്രൽ വൈ ടു വൈ കൊടുത്ത് എക്സ് വൈ ഡി വൈ എന്നുള്ളതില്ലേ, അതാണ് നമ്മളുടെ ഇന്നർ ഇന്റഗ്രൽ. അത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഔട്ടർ ഇന്റഗ്രൽ. അപ്പം ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ഇന്നർ ഇന്റഗ്രൽ ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ടർ ഇന്റഗ്രലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സിമ്പിൾ ആക്കുന്ന ഒരു രീതിയാണത്. അപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ഇന്റഗ്രൽ 1 ഡി എന്ന് കൊടുക്കും. അപ്പൊ ആ ഡി എ എന്ന് ഉദ്ദേശിക്കുന്ന ആ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എക്സ് വൈ വരാം, ഇസഡ് വരാം, അങ്ങനെ. എന്നിട്ട് ഇപ്പം ഇത് നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇപ്പൊ ഏറ്റവും ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നിട്ട് വൈ ആണെങ്കിൽ ഏറ്റവും ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ് ആയിട്ട് മാറും, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ ആവും. അത്രേ ഉള്ളൂ ഡബിൾ ഇന്റഗ്രേഷൻ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് പ്ലസ് വൈ ഡി എ. ഇവിടെ ഈ എക്സ് പ്ലസ് വൈ ആണ് നമ്മളുടെ ഫംഗ്ഷൻ. അപ്പം ഈ എക്സും വൈനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എക്സിന്റെ ലിമിറ്റ് എക്സിന്റെ ഇത് കൊടുത്തിട്ട് 0 to എക്സ് എന്ന് ലിമിറ്റ് ഇട്ടിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് പ്ലസ് സൈൻ ആയിരുന്നു, ഇവിടെ എക്സ് പ്ലസ് വൈ അല്ലായിരുന്നു, അതുകൊണ്ട് ആ പ്ലസ് സൈൻ ഇവിടെ നേരെ വന്ന്, എന്നിട്ട് ഇന്റഗ്രൽ ഇത് കൊടുത്തിട്ട് 0 to എക്സ് ലിമിറ്റ് കൊടുത്തിട്ട് നമ്മൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് വൈ എന്ന് കിട്ടും. പിന്നെ എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ ഫൈനൽ ആയിട്ട് കിട്ടും. പിന്നെ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y²/2 കിട്ടും. അതിനെ നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ 0 to എക്സ് ആ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ x²/2 കിട്ടും. അപ്പം 3x²/2 ആണ് നമ്മുടെ ഫസ്റ്റ് ഇന്നർ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ 0 to 1 ലിമിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, 0 to 1 ലിമിറ്റ്, പിന്നെ 3x²/2. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം 3x²/2, അതിനകത്ത് ആ 3/2 വേണം നമുക്ക് പുറത്തോട്ട് എടുക്കാം, അത് കോൺസ്റ്റന്റ്, അതിന് ചേഞ്ചസ് വരത്തില്ല. പിന്നെ വന്നു കഴിയുമ്പം 3/2 ഇൻറ്റു x³ ആ വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആ 3 കട്ടായി പോവും. പിന്നെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0 to 1 അല്ലേ, 1³ എന്ന് പറയുന്നത് 1 ആണ്, പിന്നെ -0³ എന്ന് പറയുന്നത് 0 ആണ്, 1 - 0/2 എന്ന് വരും, എന്ന് പറയുമ്പോൾ 1/2. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഈ 1/2 എന്നുള്ള ആൻസർ വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y = x, y = x². അപ്പം ഇതിൽ നമ്മളുടെ ലിമിറ്റ്സ് ഈ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ലിമിറ്റ്സ് തരുമ്പോൾ നമ്മൾ ഇങ്ങനെ വാല്യൂ ഇട്ട് വേണം നമുക്ക് ഇതിന്റെ, ഇപ്പൊ ഇവിടെ y = x ആന്ന് പറഞ്ഞു, y = x² ആന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് x = x². എന്നിട്ട് ആ ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോൾ x² - x = 0 എന്ന് പറഞ്ഞു. ഇവിടെ y = x² എന്നില്ലേ, y എന്ന് പറയുന്നത് x, അതുകൊണ്ട് x = x² എന്ന് വന്ന്, എന്നിട്ട് നമ്മൾ ഈ എക്സിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ -x എന്നാവും. അത് കഴിഞ്ഞിട്ട് x² - x = 0 എന്ന് വന്നു. എന്നിട്ട് നമ്മൾ ആ എക്സിനെ കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2 ലിമിറ്റ്സ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എക്സിന്റെ ലിമിറ്റ്സ് 0ഉം 1ഉം എന്ന് വന്നത്. അങ്ങനെ അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്, വൈന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സും x²ഉം. അപ്പൊ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഇന്നർ ഇന്റഗ്രൽ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്റ്റീവ് ടു y നമ്മളുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് x² to x ആണ്. അപ്പം നമ്മളുടെ ഇവിടെ
നമ്മളിവിടെ ഈ ഇക്വേഷനിലോട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പം 1നെ വിത്ത് റെസ്പെക്റ്റീവ് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ y കിട്ടും. വന്നിട്ട് നമ്മൾ ലിമിറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഈ എക്സ് മൈനസ് എക്സ് സ്ക്വയറിനാണ് നമ്മൾ അടുത്ത ഔട്ടർ ഇന്റഗ്രൽ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഔട്ടർ ഇന്റഗ്രൽ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിമിറ്റ്സ് 0 to 1 ആണ്. എന്നിട്ട് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ 2 ആവും, മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ആവും. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ലിമിറ്റ്സ് 0 to 1 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1/2 മൈനസ് 1/3 എന്നാവും. എന്നിട്ട് അതിന്റെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/6 നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡബിൾ ഇന്റഗ്രേറ്റ് റീജിയൻ വൈ സ്ക്വയർ എക്സ് ഡി എ എന്നാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ലിമിറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, -3ഉം 2ഉം എക്സിന് വേണ്ടിയിട്ട്, 0ഉം 1ഉം വൈന് വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ, ഇന്റഗ്രൽ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം വൈനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഡി വൈ. അപ്പം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ y ക്യൂബ് ബൈ 3 എന്ന് വരും, ലിമിറ്റ്സ് 0 to 1. അപ്പം അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/3 എന്നുള്ള ആൻസർ കിട്ടും. എന്നിട്ട് ഈ 1/3നെയാണ് നമ്മൾ അടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്തത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന എക്സ് ഇൻറ്റു 1/3 ഇന്റഗ്രൽ, അതിന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് -3 to 2 ആണ്. അപ്പം 1/3 എന്നുള്ള കോൺസ്റ്റന്റ്. എന്നിട്ട് എക്സിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. എന്നിട്ട് നമ്മൾ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ -5/6 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് ദ ലാമിന വിത്ത് ഡെൻസിറ്റി xy is equal to x square ബൗണ്ടഡ് ബൈ y is equal to x, y is equal to x square. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വൈയുടെ ഇവിടെ നമ്മൾ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x is equal to x square എന്ന് കിട്ടും. എന്നിട്ട് ഇക്വേഷന്റെ ഫോമിലോട്ട് ആക്കുമ്പോൾ x square minus x is equal to 0 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ആ കോമൺ x എടുത്തിട്ട് പിന്നെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലിമിറ്റ് 0ഉം 1ഉം എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഏറ്റവും ഔട്ടർ ഇന്റഗ്രലിൽ 0 to 1, ഇന്നർ ഇന്റഗ്രലിൽ x square to x. നമ്മുടെ ഫംഗ്ഷൻ അകത്ത് കൊടുക്കുന്നത് എക്സ് സ്ക്വയർ ആണ് വിത്ത് റെസ്പെക്റ്റീവ് ടു ഡി വൈ ഡി എക്സ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഈ ഇന്റഗ്രേഷൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതിൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് y വരും. എന്നിട്ട് അതിന് വാല്യൂ എല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ ഫൈനൽ ആൻസർ ലിമിറ്റ്സ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് ടു ദ പവർ 4 എന്ന് വരും. എന്നിട്ട് ഈ ഫംഗ്ഷൻ എടുത്താണ് നമ്മൾ അടുത്ത ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഔട്ടർ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ 0 to 1 ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ 1/20 എന്ന് വന്നു. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് മാസ് ഓഫ് ലാമിന വിത്ത് ഡെൻസിറ്റി ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ സോ അവർ ആൻസർ ഇസ് 1/20. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന്. അപ്പം ഈ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഡബിൾ ഇന്റഗ്രൽ ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ലെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ആൻസർ ഇപ്പൊ നമ്മുടെ ഔട്ടർ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബിന്റെ ടേംസിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു നമ്പേഴ്സിലുള്ള ആ ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഡബിൾ ഇന്റഗ്രൽസ് നമുക്ക് റീറൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ഒരു റീജിയനിലോട്ട് ആവേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഓർഡർ ഓഫ് ഇന്റഗ്രേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ റീജിയൻ ആണ്. ഇപ്പം സർക്കിളിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പോയിന്റ്സിന്റെ ഇത് വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കണം. അങ്ങനെ ഏത് ഒരു റീജിയൻ നമുക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ആ ഒരു കോർഡിനേറ്റ്സ് വെച്ചിട്ട്. അപ്പം ആദ്യം നമ്മൾ ആ റീജിയൻ എന്തായാലും വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഇതെന്തുവാ, നമ്മളുടെ ആ വെർട്ടീസസ് ഇതും ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എവിടെയാണ് വരുന്നത് അതെല്ലാം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഇതിനെ സ്ലൈസ് ചെയ്യണം. വെർട്ടിക്കൽ സ്ലൈസ് ഉണ്ട്, ഹൊറിസോണ്ടൽ സ്ലൈസ് ഉണ്ട്. എന്നിട്ട് ആ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ പുതിയ ലിമിറ്റ്സ് ഏതാണാവോ അത് നമ്മൾ മാറ്റണം. പണ്ടത്തെ ലിമിറ്റ് ഇട്ട് ചെയ്യല് നമുക്ക് തെറ്റായിട്ടുള്ള ആൻസറേ കിട്ടത്തുള്ളൂ. പുതിയ ലിമിറ്റ്സ് ഇടാൻ മറക്കല്ല. എന്നിട്ട് നമുക്ക് പുതിയ ഇന്റഗ്രേഷൻ ആ ഒരു ഫോം ആയിട്ടുണ്ടല്ലോ ആ രീതിയിൽ വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിവേഴ്സ് ദി ഓർഡർ ആൻഡ് ഇവാലുവേറ്റ്. x is equal to ഇന്റഗ്രൽ x is equal to 0 to 1 ലിമിറ്റ്സ് ആണ്. അടുത്ത ഇന്നർ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 0 to √x ആണ് ലിമിറ്റ്. x plus y ആണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇവിടെ √x ഉണ്ട്. y ന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to √x ആണ്. നമുക്ക് ഈ √x വേണമെങ്കിൽ y is equal to √x എന്നല്ലേ കൊടുത്തേക്കുന്നത്. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ രണ്ട് നമ്മൾ സ്ക്വയർ ചെയ്തു, അപ്പൊ സെയിം സംഭവം തന്നെ. അപ്പൊ y സ്ക്വയർ ഇസ് ഈക്വൽ ടു x എന്ന് വരും. y സ്ക്വയർ ഇസ് ഈക്വൽ ടു x എന്ന് വരും. ഇതല്ലേ കുറച്ചും കൂടി എഴുതാൻ എളുപ്പം. അപ്പം അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇനി നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ ഇത് ആ ലിമിറ്റ്സിനെ റീറൈറ്റ് ചെയ്യുക. അപ്പം y 0 ആണെങ്കിൽ √x x is equal to 1 മാക്സ് ആവും. അപ്പം എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ x is equal to y square to x is equal to 1 എന്ന്. അപ്പൊ നമ്മൾ ന്യൂ ലിമിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെ ലിമിറ്റ്സ് എന്ന് പറയുമ്പോൾ y സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം നമ്മൾ ഏറ്റവും ആദ്യത്തെ ഇന്റഗ്രലിന്റെ ഇത് കൊടുത്തിട്ട് അത് റിവൈസ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് നമ്മളെ പുതിയ ലിമിറ്റും ആ ഫംഗ്ഷനും കൊടുക്കണം.
അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നു, ലിമിറ്റ്സ് കൊടുക്കുന്നു. അപ്പൊ എക്സ് പ്ലസ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ചെയ്യുന്നത്. അപ്പം എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് വൈ വരും. എന്നിട്ട് ലിമിറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യും, 0 to 1 വിത്ത് റെസ്പെക്റ്റീവ് ടു വൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 13/20 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ഈ കോംപ്ലക്സ് ആണോ നമ്മൾ ആ ഒരു ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ റൂട്ട് എക്സ് ഇട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടുതലും ചോദിക്കാറുള്ള. അപ്പൊ ഇത് മാത്രമല്ല, അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടി, അപ്പൊ അതിന്റെ അകത്തും ഇങ്ങനത്തെ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആപ്ലിക്കേഷൻ കയറി ചെയ്യാൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം എന്തായാലും. അടുത്ത ടോപ്പിക് 3 പോകുമ്പോൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് കാർട്ടീഷ്യൻ ടു പോളാർ. അപ്പം നമ്മൾ ഈ ടോപ്പിക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പഠിച്ചോണ്ട് നമ്മുടെ S2 നമുക്ക് കുറെ സ്ഥലത്ത് മൊഡ്യൂൾ 2 കുറെ സ്ഥലത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഈ സർക്കിൾ ഒക്കെ കിട്ടുമ്പം നമുക്ക് ഇത് ഇക്വേഷൻസ് മാറ്റി എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ എക്സിന്റെ ഇതിനെ ആർ കോസ് തീറ്റാന്നും വൈൻ്റെ ഇങ്ങോട്ടുള്ളതിന് ആർ സൈൻ തീറ്റാന്നും പിന്നെ ഇതെന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു ഇക്വേഷനാണ്. അതിനെ നമ്മൾ ആർ സ്ക്വയർ ആയിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ഈ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലോട്ട് ആക്കുന്നത്. അപ്പം ഏരിയ ഡി എ എന്ന് നമ്മൾ എല്ലാ ഇക്വേഷനും കൊടുക്കുന്നത് ആർ ഡി തീറ്റ എന്ന് ആവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സർക്കുലർ റീജിയൻ ആയിരിക്കണം, അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആ ഒരു ഇക്വേഷൻ ആയിരിക്കണം. പിന്നെ ഇന്റഗ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ആകുമ്പോഴാണ് നമ്മൾ ചെയ്യാറ്. അല്ലെങ്കിൽ റെക്ടാംഗുലർ ഇന്റഗ്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കണം. അപ്പോഴും നമുക്ക് ഈ പോളാർ കോർഡിനേറ്റ്സിന്റെ ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇന്റഗ്രൽ എക്സ് ഇസ് ഈക്വൽ ടു 0 to √3 ഇന്റഗ്രൽ 0 to √3 മൈനസ് എക്സ് സ്ക്വയർ. നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഡിവൈ ഡി എക്സ്. അപ്പം ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വൈയുടെ ഇതും തന്നിട്ടുണ്ട്, എക്സിന്റെ ഇത് ഇവിടെ ഒരു 0 കൂടി വരേണ്ടതാണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമുക്ക് ഇത് അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫിഗർ വരയ്ക്കുക ഈ കറക്റ്റ് പോയിന്റ്സ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പോളാർ ലിമിറ്റ്സിലോട്ട് മാറ്റും. അതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്തിട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പുതിയ ലിമിറ്റ്സ് 0 to √3 കിട്ടി ഫോർ ആർ ആൻഡ് 0 to π/2 കിട്ടി തീറ്റയ്ക്ക് വേണ്ടി. അപ്പം നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഉണ്ട്. പിന്നെ ഡി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർ ഉണ്ട്, അതൊരു നമ്മൾ ഇതായിട്ടാ കൊടുക്കുന്ന ഫംഗ്ഷൻ ആയിട്ടാ. പിന്നെ ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഏതിന്റെ കൂടെ എന്തിലോട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ പുതിയ ഇന്റഗ്രൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to π/2 ഇന്റഗ്രൽ 0 to √3 ആർ സ്ക്വയർ ഇൻടു ആർ ഡി സ്ക്വയർ ഡി ആർ ഡി തീറ്റ. അപ്പൊ ഇവിടെ ആർ സ്ക്വയർ കിട്ടി, ഇവിടെ ആർ കിട്ടി. ആർ സ്ക്വയർ ഇൻടു ആർ എന്ന ആർ ക്യൂബ്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലിമിറ്റ്സ് 0 to √3 ആണ്. അപ്പം ആർ ക്യൂബ് എന്ന് പറയുന്നത് ആർ ടു ദ പവർ 4/4 ആവും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മുടെ ലിമിറ്റ്സ് 0 to √3 ആണ്. അപ്പൊ അതെല്ലാം ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ 9/4 എന്നാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. അത് അല്ല ഐ മീൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ 9/4 വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 9/4 തീറ്റ വരും, 9/4 കോൺസ്റ്റന്റ്. എന്നിട്ട് തീറ്റയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to π/2. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 9π/8 കിട്ടും. അടുത്ത നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഡബിൾ ഇന്റഗ്രൽ. ഇത് എക്സ്പോണൻഷ്യൽ ആണ്. ഇതിൽ ഇപ്പൊ വന്നേക്കുന്നത് ഇ ടു ദ പവർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് ഇവിടെ ഇപ്പൊ തന്നേക്കുന്നത്. ഇതിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ പോളാർ കോർഡിനേറ്റ്സ് ആണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് അല്ലാണ്ട് ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരിക, അവിടെ തൊട്ട് വരാം. സാധാരണ നമുക്ക് എക്സ് ഇവിടെ 0 to 1 അല്ലെങ്കിൽ വൈ x to x സ്ക്വയർ അങ്ങനെയൊക്കെ തരാറുണ്ട്. ബട്ട് ഇവിടെ അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും ലൈക്ക് ഒരു ഫുൾ പ്ലെയിൻ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇന്നല്ല ഏത് ഒരു ക്വസ്റ്റ്യന് നമ്മുടെ ലിമിറ്റ്സ് ഒന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു രീതിയിലും പറ്റത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾക്ക് ലെറ്റ്സ് അസ്യൂം എന്നും പറഞ്ഞിട്ട് ഇത് എന്തായാലും എഴുതണം. ഇങ്ങനെ എഴുതുന്നതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പം ആർ എന്നുള്ളത് 0 to ∞, തീറ്റ എന്നുള്ളത് 0 to 2π എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ കോർഡിനേറ്റ്സും അതിന്റെ ലിമിറ്റ്സും എല്ലാം കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ പുതിയ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇത് ആവും, ആർ സ്ക്വയർ ആവും. അപ്പം ഇ ടു ദ പവർ മൈനസ് ആർ സ്ക്വയർ ആയി ഇൻറ്റു ആർ ഡി ആർ ബൈ ഡി ആർ ഡി തീറ്റ. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പുതിയ ഫംഗ്ഷന്. അപ്പൊ ഏറ്റവും ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നർ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വിത്ത് വാല്യൂ എല്ലാം ഇട്ട് കഴിയുമ്പോൾ
ഹാഫ് 1/2 ആണ് നമ്മുടെ ഫൈനൽ വാല്യൂ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഔട്ടർ ഇന്റഗ്രലിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയും. അപ്പൊ ഔട്ടർ ഇന്റഗ്രലിന്റെ ലിമിറ്റ് 0 to 2π ആണ്. അപ്പം ഹാഫ് എന്നുള്ളത് ഡി തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീറ്റ എന്ന് വരും. അപ്പം 1/2 ഇൻറ്റു 0 മൈനസ് 2π അങ്ങനെ എല്ലാം വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ 2π എന്നാണ്. മീൻ പൈ എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത ടോപ്പിക് ഏരിയാസ് ആൻഡ് വോളിയംസ് യൂസിങ് ഡബിൾ ഇന്റഗ്രൽസ്. അപ്പം ഏരിയയും വോളിയം ഇപ്പൊ ഈ സ്പിയർ അങ്ങനത്തെ 3D ആയിട്ടുള്ള ഷേപ്സ് ചോദിച്ചിട്ട് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ചോദിക്കും. പിന്നെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സർക്കിൾ, ട്രയാങ്കിൾ ആവാം, റെക്ടാങ്കിൾ, സ്ക്വയർ അങ്ങനത്തെ ഷേപ്സ് 2D ഷേപ്സ്. അപ്പം ഇതാണ് ഏരിയയുടെ ഇക്വേഷൻ, ഇതാണ് വോളിയത്തിന്റെ, ഇതാണ് മാസിന്റെ. ഈ 3 ഇക്വേഷൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ബിറ്റ്വീൻ y is equal to sin x and y is equal to cos x. എക്സിന്റെ ലിമിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പറും ലോവർ കർവ്സും ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 ആണ്. കോസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to π/4 എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലിമിറ്റ്സ് ഇതാണ് 0 to π/4. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോസ് എക്സ് ടു സൈൻ എക്സ് ആണ് വരേണ്ടത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഈ കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈൻ എക്സ് കിട്ടും. മൈനസ് സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കോസ് എക്സ് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, എന്നിട്ട് നമ്മുടെ ലിമിറ്റ്സ് 0 to π/4. അപ്പം സൈൻ 0 പ്ലസ് കോസ് 0 മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4 എന്ന് വരും. എന്നിട്ട് ആ റെസ്പെക്റ്റീവ് വാല്യൂസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ √2/-1 കിട്ടും. ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ആ ഒരു ബേസിക് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ആ ഒരു ട്രിഗ്നോമെട്രിയുടെ ടേബിൾ ഇല്ലേ, സൈൻ 0 is equal to 0, cos 0 is equal to 1, tan 0 is equal to 0. അപ്പം ആ ടേബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ഓൺ ചെയ്യുമ്പോൾ മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻസ് ആണ്. ഇവിടെയാണ് ലാമിന ഒക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ലാമിന ഡെൻസിറ്റി ആണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇതിന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സിമ്പിൾ ഇട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണേലും ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാസ് എമ്മിന്റെ ഇക്വേഷൻ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ട്രയാങ്കുലർ ലാമിന. അപ്പൊ നമുക്ക് 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്, 0 0 0 1 1 0. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ആ വെർട്ടിസസ് ഡയറക്റ്റ് ആണല്ലോ, അപ്പൊ ചുമ്മാ ആ ഫിഗർ ഒന്ന് വരയ്ക്കാൻ എന്തായാലും ട്രൈ ചെയ്തേക്കും. ഇപ്പൊ ഇവിടെ 0 0 0 0 എന്ന് പറയുമ്പം ഇവിടെ ഒരു പോയിന്റ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0 1 ആണ്. എക്സിന്റെ ഇവിടെ 0, വൈയുടെ ഇവിടെ 1, അടുത്തത് 1 0. എക്സിന്റെ ഇവിടെ 1, വൈ 0. അപ്പം ഇത് മൂന്നും കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ട്രയാങ്കിൾ. ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പം ഇങ്ങനെ വരയ്ക്കുന്നതിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലിമിറ്റ്സ് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളെ ലിമിറ്റ്സ് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 0 to 1 ആണ്, വൈ എന്ന് പറയുന്നത് 0 to 1 - x ആണ്. അപ്പൊ ഇനി നമ്മളുടെ ഇവിടെ പറഞ്ഞ ആ മാസിന്റെ ഇക്വേഷനിലോട്ട് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 - x xy dy dx. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്നർ ഇന്റഗ്രൽ ആണ്. അപ്പം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പം xy²/2 എന്ന് വരും. അതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ആ കിട്ടിയ ലാസ്റ്റ് കിട്ടിയ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് 0 to 1 ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയല്ല ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1/24 എന്ന് കിട്ടുന്നു. അപ്പം പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ മാത്സിന് ഇപ്പൊ നിങ്ങൾക്ക് ഈ LCM, ഈ കോമൺ ഡിനോമിനേറ്റർ അങ്ങനത്തെ ബേസില്ല, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അങ്ങനത്തെ ബേസില്ല, നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ നല്ല രീതിയിൽ പാട് വരും. ഈ മൊഡ്യൂൾ ഈ ഒരു S1 മാത്സ് ആയിക്കോട്ടെ, S2 മാത്സ് ആയിക്കോട്ടെ, ആ ഒരു ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷനും പാർഷ്യൽ ഫ്രാക്ഷൻസും അങ്ങനത്തെ നമ്മൾ 10th to 12th ആ ഒരു സമയത്ത് പഠിച്ചേക്കുന്ന കുറെ ഇക്വേഷൻസ് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും ഒന്ന് നിങ്ങൾ നോക്കിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഇത് നമുക്ക് കിട്ടിയല്ലോ 1/24 ആണ്. എന്നിട്ട് അടുത്ത് നമ്മൾ എക്സ് കോർഡിനേറ്റിനെ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം നമ്മൾ അതിന്റെ ഇന്റഗ്രലിന്റെ 0 to 1 - x² കൊടുത്തു, x² y dy/dx കൊടുത്തു. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നു. എന്നിട്ട് y കോർഡിനേറ്റിന്റെ ഇതുപോലെ സെയിം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് y ബാർ 1/2 കിട്ടുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ m എന്ന് പറയുന്നത് 1/24, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1/2 1/2 ആണ്.